നമസ്കാരം, ഞാൻ ദീപ്തി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. ജയവഴിയിൽ പഴുതും പിഴവും. ജയക്കേസിൽ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലിന്. ജയലളിതയുടെ സ്വത്ത് വിവരം കണക്കാക്കിയതിൽ പ്രത്യേക ബെഞ്ചിന് പിഴവ് പറ്റിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസിൽ ജയലളിതയെ കുറ്റവിമുക്തയാക്കിയ ഹൈക്കോടതി വിധി അനധികൃത സ്വത്ത് 10% കുറവെങ്കിൽ കേസ് തള്ളാമെന്ന സുപ്രീം കോടതി മുൻവിധി അടിസ്ഥാനമാക്കി ജയയുടെ വായ്പാ തുക കണക്കാക്കിയതിലെ പിഴവ് മനഃപൂർവ്വമെന്ന് ആക്ഷേപം. വിധിക്കെതിരെ കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കണമെന്ന് DMK അധ്യക്ഷൻ കരുണാനിധി. അപ്പീൽ കാര്യത്തിൽ കർണാടക സർക്കാർ തീരുമാനം അടുത്ത ദിവസം. അനധികൃത സ്വത്ത് കേസിൽ ജയലളിതയ്ക്ക് വിചാരണ കോടതി വിധിച്ച 4 വർഷം തടവും 100 കോടി പിഴയും ഹൈക്കോടതി റദ്ദാക്കിയത് കഴിഞ്ഞ ദിവസം. പിടിച്ചെടുത്ത സ്വത്തുക്കൾ വിട്ടു നൽകാനും വിധി. പെയ്തു തോരാത്ത ദുരന്തങ്ങളിൽ ദുർവിധി പെയ്തൊഴിയാതെ നേപ്പാൾ. ഇന്നലത്തെ ഭൂകമ്പത്തിൽ മരണസംഖ്യ 70. ഉത്തരേന്ത്യയിൽ മരിച്ചത് 17 പേർ. തുടർ ചലനങ്ങളുടെ ഭീതിയിൽ ഹിമാലയൻ താഴ്വര. റിക്ടർ സ്കെയിലിൽ 7.3 രേഖപ്പെടുത്തിയ ഇന്നലത്തെ ഭൂചലനം കനത്ത നാശം വിതച്ചത് 3 ആഴ്ച മുമ്പ് ഭൂകമ്പം എല്ലാം കശക്കിയെറിഞ്ഞ മേഖലകളിൽ. മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം. ആവർത്തിച്ച ദുരന്തം. ഏപ്രിൽ 25-നുണ്ടായ ആദ്യ ഭൂചലനത്തിൽ താറുമാറായ വാർത്താവിനിമയ ബന്ധങ്ങളും ഗതാഗത സംവിധാനങ്ങളും പുനഃസ്ഥാപിക്കും മുമ്പേ രക്ഷാപ്രവർത്തനത്തിനിടെ US നാവിക വിമാനം കാണാതായതായും റിപ്പോർട്ട്. ഇന്ത്യയിൽ ഏറ്റവുമധികം മരണം ബീഹാറിൽ 16 പേർ. പ്രകമ്പനം ഡൽഹി, UP, അസം, ഗുജറാത്ത്, രാജസ്ഥാൻ, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ വിറച്ചത് കൊച്ചി. മറനീക്കുന്ന വിഭാഗീയത. CPM സംസ്ഥാന സമിതിയിൽ VS പക്ഷക്കാർക്ക് മുന്നറിയിപ്പുമായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടിയിലെ വിഭാഗീയത മറനീക്കി പുറത്തുവന്നത് പുതിയ സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പിൽ. സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി അവതരിപ്പിച്ച പാനലിനെതിരെ 8 പേർ വോട്ട് ചെയ്തത് വിഭാഗീയമായ സംഘം ചേരൽ. ഇത് പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ലെന്ന് കോടിയേരി. പാനലിനെ എതിർത്തവർ ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ വീണ്ടും വിയോജിപ്പ് രേഖപ്പെടുത്തി. ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിയിൽ അനുവദിച്ചിട്ടുള്ളതാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനെ വിഭാഗീയതയായി കാണാനാകില്ലെന്ന് വിമതപക്ഷം. സംസ്ഥാന സമിതിയിൽ വോട്ടെടുപ്പ് നടന്നുവെന്ന് സ്ഥിരീകരിച്ചത് യോഗത്തിൽ പങ്കെടുത്ത ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. LDF വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക ചർച്ചകളുമായി ഇന്നും സംസ്ഥാന സമിതി. പറയാനാകാത്ത പഴി എഴുതിയപ്പോൾ തീർന്നു. ജനതാദളിനെ വിമർശിച്ച് കോൺഗ്രസ് പത്രം. വീരേന്ദ്രകുമാർ നന്ദിയില്ലാത്ത നേതാവെന്ന് വീക്ഷണം ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. മുന്നണിയെ ചതിക്കുന്നവർ യൂദാസിനും ബ്രൂട്ടസിനും സമം. അന്തിയുറങ്ങുന്ന കൂരയ്ക്ക് തീ വയ്ക്കരുതെന്ന് ജനതാദളിനെ ഉന്നമിട്ട വിമർശനം. വീരേന്ദ്രകുമാർ നന്ദിയില്ലാത്ത നേതാവ്. ഇടതുമുന്നണി പുറത്താക്കിയപ്പോൾ രക്ഷയായത് കോൺഗ്രസ് എന്ന് ഓർമ്മപ്പെടുത്തൽ. കോടിയേരിയുമായി വീരേന്ദ്രകുമാർ കൂടിക്കാഴ്ച നടത്തിയത് വിലപേശലെന്ന് ആക്ഷേപം. മുഖപ്രസംഗം സർക്കാരിനെ ദുർബലപ്പെടുത്തുമെന്ന് സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ്. മുഖപ്രസംഗത്തിൽ പറഞ്ഞത് പൊതുവായ കാര്യങ്ങളെന്ന് വീക്ഷണത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. മുഖപ്രസംഗത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഘടകകക്ഷികൾ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.